ഒരു ഓർഗനൈസേഷനിൽ അതോ ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നല്ല ടീം അവിടെ ഉണ്ടാവുക എന്നുള്ളത്. ഒന്നാമത്തെ തരത്തിൽപ്പെടുന്ന എംപ്ലോയീസ് ആണ് ഗ്രണ്ട് എന്ന് പറയും. ഈ ഗ്രണ്ട് ടൈപ്പിൽ വരുന്ന എംപ്ലോയീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇന്റർവ്യൂ സമയത്ത് നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇവിടെ ഓവർ ടൈം ഉണ്ടോ, ഇവിടെ എത്ര സമയമായിരിക്കും വർക്കിംഗ് അവേഴ്സ് ആയിട്ട് വരിക, ഇവിടെ വെക്കേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നതെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രണ്ട് കാറ്റഗറിയിൽ പെടുന്ന എംപ്ലോയീസ് ആണ്. ഏറ്റവും മിനിമം വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കി പോകുക എന്നുള്ളതാണ് ഈ ഗണത്തിൽ പെടുന്ന സ്റ്റാഫുകളുടെ പ്രത്യേകത. രണ്ടാമത്തെ തരത്തിലുള്ള എംപ്ലോയീസ് ആണ് മെർസിനറി കാറ്റഗറിയിൽ പെടുന്ന എംപ്ലോയീസ്. അവർ നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ ശരിക്കും എത്രയാണ് ബേസിക് സാലറി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബോണസ് ഉണ്ടോ, നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടോ, നിങ്ങൾക്ക് ഇൻസെന്റീവ് പാക്കേജ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അവർ ശരിക്കും മണി ഫോക്കസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. ഇവർ അത്ര തന്നെ ലോയൽ ആവണം എന്നില്ല, അവരെ നമുക്ക് അത്രമാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ്, നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, ദാറ്റ് ഈസ് പാട്രിയോട്ട് കാറ്റഗറിയാണ്. ഈ പാട്രിയോട്ട് കാറ്റഗറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ശരിക്കും നമ്മളെ കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവർ നമ്മളെ കമ്പനിയുടെ കൾച്ചറൊക്കെ ഒരു പരിധിവരെ നമ്മളെ കമ്പനിയുടെ കൾച്ചറൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അവർ ശരിക്കും ആ ഇന്റർവ്യൂ ബോർഡിൽ നമ്മളെ കമ്പനി അടുത്ത ലെവലിലേക്ക് എത്താനുള്ള, നമ്മളെ കമ്പനിയുടെ റൂട്ട് വളരെ പ്രോപ്പർ ആക്കാനുള്ള കുറെ സ്ട്രാറ്റജീസും കുറെ ഐഡിയാസും ഒക്കെ ആയിരിക്കും അത്തരം സ്റ്റേജിൽ അവര് ആ ഒരു സിറ്റുവേഷനിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള പാട്രിയോട്ട് കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിനെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യുക, അവരെ നമ്മളെ കമ്പനിയിൽ നമ്മളെ എംപ്ലോയി ആയിട്ട് നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ കമ്മിറ്റഡ് ആയിരിക്കും, അവർ സിൻസിയർ ആയിരിക്കും, അവർ 100% ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അവരവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യും. നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ടീം ബിൽഡിംഗ് നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തേർഡ് കാറ്റഗറിയിൽ പെടുന്ന എംപ്ലോയീസിനെ റിയലി ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള സ്റ്റാഫുകളെ നമ്മളെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. താങ്ക് യു.